ആണ് ഞങ്ങളുടെ ഇലമ്പാമ്പുളി. ഞങ്ങളുടെ മരത്തിൽ നിന്ന് പിച്ചതാണ്. മരത്തിൽ വെച്ച് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് പിള്ളേരുടെ പോയി പിച്ചി കവറിൽ കൊണ്ടുവന്ന് ഇനി അത് വൃത്തിയാക്കാൻ പോവുക. അച്ചാറിടും, ഉണക്കും, പിന്നെ മീനിനകത്തിടും, ഇങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ചെയ്യും. കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് ഇത് അച്ചാറിടാനും മീനിനകത്തിടാനും. ഇത് വലിയ 2 ചരുവം നിറയെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കീറി ഉണക്കാം, ഉപ്പിലിടാനായിട്ട് 4ആയിട്ട് കീറാൻ പോവുക. ഇങ്ങനെ കുടംപുളിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഉപ്പ് അപ്പുറത്തിരിക്കുക. ഉപ്പെടുത്ത് എടുക്കാൻ പാനായിട്ട് വയ്യ, അതുകൊണ്ട് ഇരുന്നങ്ങ് എടുത്തതാണ്. നാളെ ഇന്ന് ഉപ്പിട്ട് വയ്ക്കും. ഉപ്പിട്ട് വെച്ചിട്ട് നാളെ രാവിലെ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ടെറസിൻ്റെ മേളിലോട്ടിടും. 2 ദിവസം കൊണ്ട് നല്ല പപ്പടം പോലെ ഉണങ്ങിക്കിട്ടും. ഉണങ്ങിക്കിട്ടി കഴിയുമ്പോൾ നമുക്ക് മഴക്കാലത്തേക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ മോരുകറി വെക്കുന്ന പോലെ വയ്ക്കാം, അച്ചാറുണ്ടാക്കാം, മീനിനകത്തിടാം, ഉണക്ക കൊഞ്ചിട്ട് കറി വയ്ക്കാം. ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇതുകൊണ്ട്. നല്ല അതുകൊണ്ട് കിട്ടുന്നതെല്ലാം കുറേച്ചാലും ഉണക്കി വയ്ക്കണം. ഇതൊരു 10 കിലോ കൂടുതൽ വരും. അങ്ങനെ നമ്മുടെ ഇലിമ്പിപ്പുളി എന്ന് പറയും. കായംകുളത്ത് കൊഞ്ചുംപുളി, കായംകുളത്ത് മുതുകുളത്തെ കൊഞ്ചുംപുളി എന്ന് പറയും. നമ്മൾ കൊല്ലക്കാർ ഇരുമ്പംപുളി എന്ന് പറയും. പിന്നെ ഇവിടെ എന്തോ മോളെ പറയുന്നതിന്? ഇലമ്പാമ്പുളി. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ.